നത്തിങ് എൽസ്. കർത്താവിൻ്റെ ദാസൻ കൊല്ലം ഷമീർ പാഷ നമ്മളോട് ഗ്രീറ്റിംഗ് പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എനിക്കറിയാം നിങ്ങളെല്ലാം അനീഷ് പാസ്റ്ററുടെ മെസ്സേജ് കേൾക്കാൻ വേണ്ടിയാണ് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഞാനും ദൈവദാസനോട് പറഞ്ഞതാണ്, എന്നാൽ അദ്ദേഹം 2 വാക്ക് സംസാരിക്കണമെന്ന് നിർബന്ധിച്ചതുകൊണ്ടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്ത് കടന്നു വരുവാനായിട്ട് ദൈവമായ കർത്താവ് സഹായിച്ചു. ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷനുകൾ അദ്ദേഹത്തിൽ നിന്ന് ദൈവവചനം കേൾക്കുവാനും ഒക്കെയുള്ള താല്പര്യത്തോടെ തന്നെയാണ് ഞാനും ആയിരിക്കുന്നത്. അടുത്ത മാസങ്ങളിൽ ന്യൂയോർക്കിൽ നടക്കുന്ന കൺവെൻഷനോട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ കടന്നു വന്നത്. ആയിരിക്കുന്ന ദിവസങ്ങളെ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക എന്ന് ഓർപ്പിക്കുന്നു. ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാനിരിക്കുന്നു. 2 തെസ്സലോനിക്യ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. 2 കാര്യം. ഒന്ന്, ഞങ്ങളുടെ എന്ന സംബോധന ചെയ്യുന്നത് അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ, ശിഷ്യന്മാരുടെ. നിങ്ങളെ എന്ന് അഡ്രസ്സ് ചെയ്യുന്നത് രക്ഷിക്കപ്പെട്ട ദൈവസഭയെ. ഇപ്പോൾ സുവിശേഷ ഘോഷണത്താൽ എന്നെയും നിങ്ങളെല്ലാം ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് വിളിച്ചതിന് 9 ഉദ്ദേശമില്ല, 8 ഇല്ല, 7 ഇല്ല, 6 ഇല്ല, 5 ഇല്ല, 4 ഇല്ല, 3 ഇല്ല, 2 ഇല്ല, ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? നമ്മളെല്ലാവരും കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കണം. നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ദൈവസഭ എന്നുള്ളതാണ് വിളിക്കപ്പെട്ട സഭയുടെ ലക്ഷ്യം. ഞാൻ ഈ കാലഘട്ടത്തിൽ ഇത് പറയുന്നത് ഈ ലക്ഷ്യത്തിൽ നിന്ന് മാറിയാണ് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സൊസൈറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഈ വാക്യം വളരെ ഗൗരവത്തോടെ ദൈവസഭയുടെ മുമ്പിൽ വയ്ക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മളെ ഈ രക്ഷയിലേക്ക് വിളിച്ചതിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്ന് ഒരു വ്യാഖ്യാനവും കൂടാതെ വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെ രക്ഷയിലേക്ക് വിളിച്ചത് കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാണ്. ആമേൻ. അത് അടുത്ത ലേഖനത്തിലേക്ക് വരുമ്പോൾ അതേ പൗലോസ് ശ്ലീഹ പറഞ്ഞ ഒരു വാക്യം കൂടെ എടുക്കണ്ട, നിങ്ങളോട് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് വന്നപ്പോൾ 3:12 പറഞ്ഞു, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം. പറഞ്ഞേ, എല്ലാം. അവിടെ ഇപ്പം നിങ്ങൾക്കൊന്നും ഒന്നുമില്ലല്ലോ. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ തീരുമാനമെടുത്തവർക്കൊന്നും പോലും അല്ല. പിന്നെ മനസ്സിൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഭക്തനായിട്ട് ജീവിക്കണമെന്നൊരു ചിന്ത അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഈ ഉപദ്രവം എന്ന് പറയുമ്പോൾ ആരെങ്കിലും മേത്തിട്ട് 2 ഇടി ഇടിക്കുന്നത് മാത്രമാണ് ഉപദ്രവം എന്നല്ലല്ലോ. ഉപദ്രവം പല മേഖലകളിൽ വരാം. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ ദൈവദാസന്മാരോട് ചോദിച്ചാൽ അവർ അക്ഷരീകമായി ഉപദ്രവിക്കപ്പെടുന്നവരുണ്ട്. മറ്റു ചിലർ അവർ ജോലി ചെയ്യുന്ന മേഖലയിൽ ഉപദ്രവിക്കപ്പെടുന്നവരുണ്ട്. നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നിടത്ത് മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും. കുടുംബജീവിതത്തിലുണ്ടാകും. അപ്പം യേശുക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഇതുണ്ട്. ഈ ഉപദ്രവം മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കിട്ടുന്ന നമ്പറുകളിലൊക്കെ വിളിച്ച് ഈ ഉപദ്രവം മാറാൻ വേണ്ടി നമ്മൾ ഇനി ആരെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സിമ്പിളാണ്, ഇതിനൊന്നും പോകണ്ട, ഒറ്റ വഴി പറഞ്ഞ് മൈക്ക് കൊടുക്കുക, എത്രയേ ഉള്ളൂ. ആ ഒരു സംഭവം അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി. ഏത്? ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ട്? ഇനിയിപ്പോൾ ആ വചനം മാറ്റാനൊന്നും നോക്കത്തില്ല. ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വചനം മാറിയല്ല. ഇപ്പം നമുക്ക് എന്തേ മാറ്റാൻ പറ്റുള്ളൂ? ആ ഭക്തി, കർത്താവിൻ്റെ ഭക്തയായിട്ട് ജീവിക്കണം എന്നുള്ള ചിന്തയില്ലേ, അതങ്ങ് വിട്ടാൽ മതി. വേറെ ഒരു പ്രശ്നവുമില്ല. ആ ചിന്ത ഉള്ളിടത്തോളം കാലം ഇത് വന്നുകൊണ്ടേയിരിക്കും. ഇനി ആരെ വിളിച്ച് അഴിക്കാൻ നോക്കിയാലും അഴിയത്തില്ല. ഇത് നമുക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വിളിച്ചതിൻ്റെ ലക്ഷ്യം നിത്യമാണ്. ഓരോരുത്തർ ഓരോ നില അനുഭവിക്കും. ഞങ്ങളൊക്കെ ഏത് മേഖലയിലാണ് അനുഭവിക്കുന്നത് നിങ്ങൾക്കൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്നവരാണ്. ഓരോരുത്തർ ഓരോ മേഖലയിൽ അനുഭവിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ വിളിക്കപ്പെട്ടത് കർത്താവിനോടുകൂടെ നിത്യതയിലിരിക്കുകയാണ്. ഇന്നു മുതൽ 3 ദിവസം നടക്കുന്ന ഈ കൺവെൻഷനിൽ കർത്താവിൻ്റെ ദാസനിലൂടെ കേൾക്കുന്ന ഓരോ ദൈവശബ്ദവും നമ്മളെ നിത്യതയിലെത്തിക്കുവാൻ, നിത്യതയോടടുപ്പിക്കുവാൻ
കാരണമായി തീരട്ടെ എന്ന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Amen. Praise the Lord. Thank you, Pastor.